ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിവിടെ ഗോവ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇതിന് പറയുന്ന പേര് ചിക്കൻ വിന്താൻ. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട. എല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചു വെച്ച മിക്സർ ജാറിലേക്ക് ഒരു 6 ചുള വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ വിനീഗർ. നന്നായി അരയാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചു കൊണ്ടുവന്ന മസാല നമുക്ക് 2 സ്പൂൺ ഈ ചിക്കനിലേക്ക് ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ 1 സ്പൂൺ ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി കറി റെഡിയാക്കിയാലോ. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 5 ചുള വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞാണ്. നന്നായിട്ടൊന്ന് മൂക്കുന്നതാണ് വരെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 സവോള ചെറിയതാണ്, അത് ചെറുതായി ചോപ്പ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മൂക്കുന്നതാണ് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. സവോള ഇവിടെ നന്നായി ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടി തന്നെ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകുന്നതോടെ വരെ ഇരുന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ മസാല നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ മാറി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത്ര നേരം ഇതിൻ്റെ ഇളക്കി കൊടുക്കണേ. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയാലാണ് മസാല നന്നായിട്ട് മൂത്ത് വരുള്ളൂ. നമുക്കിതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ ഇതിനകത്ത് തക്കാളി ചേർക്കാറുണ്ട്, ഞാനത് തക്കാളി ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കാതെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഉപ്പ് നമ്മൾ ചേർത്താണ്, ഒരു ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഇറങ്ങുന്നതോടെ വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം. ചിക്കൻ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിക്കണം. ഫ്ലെയിം ഇത്തിരി കൂട്ടി വയ്ക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ച് ആ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ചിക്കൻ ഇവിടെ വേവായിട്ടുണ്ട്. ഇതിൽ ഉപ്പും മറ്റ് മസാലയൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചിട്ട് എണ്ണയൊന്ന് തെളിയണം. അങ്ങനെ മസാലയൊക്കെ ഒന്ന് പച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുള്ളൂ.
ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവാനായിട്ട് ഒരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പല ചിക്കനും പല വേവുണ്ടാവും. ഇവിടെ ഞാൻ 25 മിനിറ്റ് ആയിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.